So next we are discussing about production of steroids. Steroids എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുക എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ എനിക്ക് 2 ചോദ്യങ്ങൾ ആണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് വൈ സ്റ്റിറോയിഡ്സ് പ്രൊഡക്ഷൻ ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ പ്രൊഡക്ഷൻ? മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റിറോയിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വൈ കെമിക്കൽ സിന്തസിസ് ഈസ് സോ ഡിഫിക്കൽട്ട്? സ്റ്റിറോയിഡിൻ്റെ കെമിക്കൽ സിന്തസിസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, കെമിക്കൽ കൺവേർഷൻ ഓഫ് ഡിയോക്സിക്കോളിക് ആസിഡ് ടു കോർട്ടിസോൺ require 37 steps and extreme reaction condition. Oxygen is needed to be introduced at 11th position. 37 steps ആയിട്ടാണ് ഇതിൻ്റെ കെമിക്കൽ കൺവേർഷൻ നടക്കുന്നത്. സോ അതിൽ 11 പൊസിഷനുകളിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ട്. സോ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ മൈക്രോബ്സ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ഓക്സിജൻ അറ്റ് ദിസ് പൊസിഷൻ ഇൻ എ സിംഗിൾ റിയാക്ഷൻ. സ്റ്റിറോയിഡ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ആക്ച്വലി ഒക്കറിംഗ് ദാൻ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഓഫ് സ്റ്റിറോയിഡ്. Rhizopus nigricans is grown in a fermentation tank. Glucose or sucrose as carbon source and corn keep liquor as nitrogen source. Steroid to be transformed is first dissolved with desired solvent is incorporated. In few hours or days, steroid is transformed. Steroid is hydroxylase at number 11 to from 11 alpha hydroxy progesterone. Next one, production of vitamins. വിറ്റമിൻസ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുക? കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് സ്ട്രെപ്റ്റോമൈസസ്, അസറ്റോബാക്ടർ, അനൈറോബിക്കലി ഓർ എയ്റോബിക്കലി. വിറ്റമിൻ B12 നമുക്കറിയാം. വിറ്റമിൻ B12 ഒരുപാട് പ്രത്യേകതയുള്ളൊരു വിറ്റാമിനാണ് എന്നുള്ളത്. വിറ്റമിൻ B12 ഓൾസോ കോൾഡ് സൈനോകൊബലാമിൻ, ഡിസ്കവേർഡ് ബൈ ജോർജ് വിപ്പിൾ. മേജർ സോഴ്സ് വിറ്റമിൻ B12 മേജർ സോഴ്സ് എഗ്ഗ്, മീറ്റ്, പോൾട്രി എന്നുള്ളതാണ്. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ അല്ലാതെ വെജ് മാത്രം കഴിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ വിറ്റമിൻ B12 ആയിരിക്കും കാണാതിരിക്കുക. വിറ്റമിൻ B12 ആയിരിക്കും അവരുടെ ശരീരത്തിൽ വളരെ കുറച്ചല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ആയിരിക്കും അവരിൽ കാണുന്നത്. സോലബിൾ ഇൻ വാട്ടർ, എഥനോൾ. വിറ്റമിൻ B12 സോലബിൾ ഇൻ വാട്ടർ ആൻഡ് എഥനോൾ. റെഡ് കളേർഡ് വിറ്റമിൻ, റെഡ് കളർ ആയിട്ടുള്ള വിറ്റമിൻ ഏതാണ്? അത് വിറ്റാമിൻ B12 ആണ്. 1 of 8B വിറ്റാമിൻ പ്രൊഡക്ഷൻ റിക്വയർസ് 3 to 5 days ആണ് വിറ്റാമിൻ B12 പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബൈ ഫെർമെൻറ്റേഷൻ. ഫസ്റ്റ് വൺ, ഇനോക്കുലം. ഇതിലേക്ക് ഇനോക്കുലം ആഡ് ചെയ്യണ്ടേ. പ്യൂർ സ്ട്രെപ്റ്റോമൈസസ് ഒലിവേഷ്യസ് ഈസ് ഇനോക്കുലേറ്റഡ് ആൻഡ് ഗ്രോൺ ഇൻ 100 to 250 ml ഓഫ് ഇനോക്കുലം മീഡിയം. മീഡിയം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊബാൾട്ട്, സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയം ബൈ ബാച്ച് ഓർ കണ്ടിന്യൂസ് കൾച്ചർ. ടെമ്പറേച്ചർ 80 ഫാരൻഹീറ്റ് ആണ്. pH 5 ആണ് വിത്ത് H2SO4 ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് Na2SO4. ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്ന് പറയാം. റെഡ്യൂസസ് ഡിപ്രഷൻ, സ്റ്റിമുലേറ്റ് ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് നെർവസ് സിസ്റ്റം. അനിമൽ protein can be replaced by less expensive vegetable proteins.
If the vegetable protein is fortified with vitamin B12 has a role in biological nitrogen fixation. ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി, വിറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? കോസസ് മസിൽ പെയിന് എന്ന രീതിയിൽ കാരണമാവും. മെമ്മറി ലോസ് ഉണ്ടാവും. കോസസ് ഇൻഫെർട്ടിലിറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. 3 മേജർ അമിനോ ആസിഡ് ആണ് ഇൻഡസ്ട്രിയലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈസിൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് മെത്തിയോണിൻ. നെക്സ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് ആസിഡ്. അതിൽ തന്നെ ഫസ്റ്റ് ലാക്റ്റിക് ആസിഡ്. ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഷീലെ ഫ്രം സോർ മിൽക്കിൽ നിന്നാണ് 1789 ഷീലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ലാക്റ്റിക് ആസിഡ് ഡിസ്കവർ ചെയ്തത്. ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ബിവറേജസ്, ഫുഡ്, അതുപോലെ അഗ്രികൾച്ചർ, മെറ്റൽ ഇൻഡസ്ട്രി, ഇതിലെല്ലാം ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആസിഡാണ് സിട്രിക് ആസിഡ്. പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആസിഡ് ഫസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ആൻഡ് എഡ്മണ്ട്. ഫെർമെൻറ്റേഷൻ ആസ്പെർജില്ലസ് നൈഗർ ആണ് സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം. നെക്സ്റ്റ് ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? യൂസ്ഡ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ആസ് എ എഫർവെസൻറ്റ് പ്രൊഡക്റ്റ് ഇൻ കോസ്മെറ്റിക്സ്. അതിനൊക്കെ ഈ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഓഫ് വിനെഗർ. ഫ്രഞ്ച് വേർഡായ വിനൈഗറെ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വിനെഗർ എന്നുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സോർ വൈൻ എന്നാണ്. ഇത് സബ്സ്ട്രേറ്റുകൾ ഇറ്റ് ക്യാൻ ബി എ ഫ്രൂട്ട് ജ്യൂസ്, സ്ട്രെച്ച് വെജിറ്റബിൾസ്, മാൾട്ടർ കൊറിയൽസ് സച്ച് ആസ് വീറ്റ്, ബാർലി, കോൺ ഓർ ഇറ്റ് ക്യാൻ ബി ഷുഗർ കെയിൻ, ഹണി. ഇതാണ് വിനെഗർ ബാക്ടീരിയ. 3 ടൈപ്പ് മെത്തേഡ്സിലാണ് വിനെഗർ ഉണ്ടാക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വൺ സ്ലോ മെത്തേഡ്, നെക്സ്റ്റ് വൺ ക്യുക്ക് മെത്തേഡ് ആൻഡ് തേർഡ് വൺ നാച്ചുറൽ ഫെർമെൻറ്റേഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലോ മെത്തേഡാണ്. സ്ലോ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പഴയകാല ഓൾഡസ്റ്റ് മെത്തേഡാണ്. സ്റ്റിൽ യൂസ്ഡ് ഇൻ സം യൂറോപ്യൻ കൺട്രീസ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രാൻസ്. ആൻഡ് ഇനീഷ്യൽ നാച്ചുറൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ achieve 11 to 30% alcohol. Next one is Quick process. A barrel is filled about 1/4 full with raw vinegar from previous run to supplement active vinegar bacteria. Improved quality of vinegar is produced in Quick process introduced by German. Third one, natural fermentation. Fermentation takes place naturally. Sugar or coconut sap is placed in earthen jars. Next one, uses. To preserve food, to make salad, as a facial toner, to trap fruit flies, ടു വൈറ്റൻ ടീത്ത്. ഇതൊക്കെയാണ് വിനെഗറിൻ്റെ യൂസുകൾ. ഇനി മെഡിസിനൽ യൂസ് ഓഫ് വിനെഗർ. ആൻറ്റി ഇൻഫെക്റ്റീവായിട്ട് നമ്മൾ ഈ വിനെഗർ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ അൾസർ ആൻഡ് സോർ ത്രോട്ട് ഫോർ ദ ഹിപ്പോക്രേറ്റ്സ്. ഓക്സിമൽ കമ്പോസർ ഓഫ് ഹണി ആൻഡ് വിനെഗർ യൂസ്ഡ് ഫോർ കഫ്. ഇതൊക്കെയാണ് മെഡിസിനൽ യൂസുകൾ. ഇനി ആൻറ്റി ട്യൂമറിന് ഈ വിനെഗർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ. ഇറ്റ് ഈസ് നോൺ ആസ് എ നേച്ചർ ഓഫ് പ്രോസസ്. ലൂയിസ് പാസ്ചർ ഷോഡ് ഈസ്റ്റ് ഈസ് ഫണ്ടമെൻ്റൽ ടു പ്രോസസ്. സെക്കാരോമൈസസ് സർവീസിയെ കാൻഡിഡ ബ്രാസിക്കെ ബീൻ എംപ്ലോയ്ഡ്. 97% conversion to ethanol by both sucrose and glucose. Limitations of yeast. Whole biomass
cannot be converted to ethanol. There exists a limitation. Next one, preparation of medium. First one, starch contains substrate. നമ്മൾ ആദ്യം യൂസ് ചെയ്യണം അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ്, ജ്യൂസ് ഫ്രം ഷുഗർ കെയിൻ ഓർ മൊളാസസ് ഓർ ഷുഗർ ബീറ്റ്. ഇതിൽ നിന്ന് ഏതെങ്കിലും നിന്ന് നമ്മളൊരു ജ്യൂസ് എടുക്കണം. നെക്സ്റ്റ്, വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം വുഡ് ഓർ പ്രോസസ്ഡ് വുഡ്. ഇതിൽ നിന്നും വേസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കണം. ഈസ്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ അമിലേസസ്. ഇനി ഫെർമെൻറ്റേഷൻ is the action of yeast in sugar solution and breakdown to alcohol and carbon dioxide. Carbon dioxide escapes and fermented beverages exist. Example, wine and beer. ഇതിൻ്റെ ഫോർമുല ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി റിക്കവറി. By distillation, 95% is obtained. Require an azeotropic mixture of ethanol, water, benzene. So after distillation, absolute alcohol is obtained. Next one, production of beer. For more than 6,000 years ആയി നമ്മൾ ബിയർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. Next one, malting. Barley seeds are allowed to germinate. Naturally occurring amylases convert the grain starch to sugar of maltose. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാൾട്ടിംഗ്. ഡൈജസ്റ്റഡ് ഗ്രെയിന് പറയുന്ന പേരാണ് മാൾട്ട്. നെക്സ്റ്റ് വൺ, മാഷിംഗ്. Mash the grain with water and remove the fluid portion called wort. Dried petals of Humulus lupulus called hops are added to flavor, color, also to prevent contamination of wort due to two antimicrobial substance in petals. Now add yeast in large amount after filtering. Next one, about yeast. സക്കാരോമൈസസ് സെർവീസിയാണ് കോമൺ ആയിട്ട് നമ്മൾ ഈസ്റ്റ് എന്ന് പറയുന്നത്. ടോപ്പ് ഈസ്റ്റും ഉണ്ട്, ബോട്ടം ഈസ്റ്റും ഉണ്ട്. ടോപ്പ് ഈസ്റ്റ് എന്ന് പറയുന്നത് ക്ലൗഡിനെസ് ഈസ് ക്യാരിഡ് ടു ടോപ്പ് ഓഫ് ഫെർമെന്റേഷൻ വാട്ട് ബൈ ഫോമിംഗ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് പ്രൊഡക്റ്റ് ഈസ്. ബോട്ടം ഈസ്റ്റ് ഫെർമെന്റഡ് the beer more slowly and produce light beer with alcohol less than ale and product is large beer. Example എന്ന് പറയുന്നത് സക്കാരോമൈസസ് കാൾസ്ബെർജെൻസിസ് UK എന്നുള്ളതൊക്കെയാണ്. നെക്സ്റ്റ് വൺ, സെയ്ക്ക്. കോമൺലി റൈസ് വൈൻ ആണ്. ഫ്രം സ്റ്റീംഡ് റൈസിൽ നിന്നാണ് ഈ സേക്ക് എന്ന് പറയുന്നത് കിട്ടുന്നത്. കൺവേർട്ടഡ് ടു ഷുഗർ ബൈ ആസ്പെർജില്ലസ് ഒറൈസേ. ഫെർമെന്റഡ് ബൈ സക്കാരോമൈസസ് അപ് ടു 40% ആൽക്കഹോൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഓഫ് വൈൻ ആണ്. ഫ്രൂട്ട് ജ്യൂസ് ഈസ്റ്റിന്റെ സഹായത്തോടു കൂടി ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത്. കോമൺലി 2 kinds ഓഫ് ഗ്രേപ്സ് ആണ്. ഒന്ന് റെഡ് വൈനിൽ നിന്ന് റെഡ് ഗ്രേപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി റെഡ് വൈനും അതുപോലെ വൈറ്റ് വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി വൈറ്റ് ഗ്രേപ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈൻ പ്രൊഡക്ഷൻ്റെ മെയിൻ സ്റ്റെപ്സ് ആണ് വിറ്റികൾച്ചർ, ഹാർവെസ്റ്റിംഗ്, സ്റ്റെമ്മിംഗ്, ഫെർമെന്റേഷൻ, ഡ്രെയിനിങ്, പ്രസ്സിംഗ്, മിക്സിംഗ്, ക്ലാരിഫിക്കേഷൻ, ഏജിംഗ് ആൻഡ് ബോട്ടിലിംഗ്. സ്റ്റെമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രേപ്സിന്റെ സ്റ്റെമ്മ് റിമൂവ് ചെയ്യുന്ന പറയുന്ന പേരാണ് സ്റ്റെമ്മിങ്. ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്യൂസ് ചെയ്തിട്ട് അതിനെ പ്രസ് ചെയ്ത് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കുക. ഇനി ക്രഷ്ഡ് ഗ്രേപ്പിന് പറയുന്ന പേരാണ് മസ്റ്റ്. SO2 ആണ് ഇതിൻ്റെ ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോഡിയം ഓർ പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് ആണ് അൺഡിസൈറബിൾ മൈക്രോ ഓർഗാനിസത്തിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് വൈൻ. വൈൻ്റെ ടൈപ്സ് ഓഫ് വൈൻസ് ആണ് സ്റ്റിൽ വൈൻ, കാർബണേറ്റഡ് വൈൻ, ഷെറി, ഡ്രൈ വൈൻ, സ്വീറ്റ് വൈൻ, ഫോർട്ടിഫൈഡ് വൈൻ. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് വൈൻസ്. നെക്സ്റ്റ് വൺ ഡിസ്റ്റിൽഡ് സ്പിരിറ്റ്സ്. Considerably more alcohol than beer and wine, shown by proof number which is twice an actual percentage of alcohol. During this process is same, but after fermentation alcohol is collected by distillation. During maturation, chemicals like aldehyde, ethers and volatile acids are added. Then alcoholic content is standardized by diluting it with water. നെക്സ്റ്റ് വൺ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് വാക്സിനുകൾ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ ഇന്നത്തെ കണ്ടീഷനിൽ, ഈ കൊറോണ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുന്നത് വാക്സിൻ എടുത്തോ എന്നാണ്. സോ പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ്, എങ്ങനെയാണ് നമ്മൾ വാക്സിൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വാക്സിൻ ഈസ് 1796 ബൈ എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വാക്സിന് ഡിസ്കവർ ചെയ്തത്. യൂസർ ലൈവ് കൗപോക്സ് വൈറസ് ടു വാക്സിനേറ്റ് ടു സ്മോൾ പോക്സ്. First, strain are selected either from viruses or bacteria, and cold seeds must be free from impurities and pass the sterility test. Second one, growing bacteria or growing virus. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഗ്രോയിങ് ബാക്ടീരിയ ആണെങ്കിൽ ബാച്ച് കൾച്ചർ, കണ്ടിന്യൂസ് കൾച്ചറായിട്ട് നമ്മളിത് കൊണ്ടുപോകണം. ഗ്രോയിങ് വൈറസ് ആണെങ്കിൽ സെൽ കൾച്ചറാണ്, എംബ്രിയോണേറ്റഡ് എഗ്സ് യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, സെൽ കൾച്ചർ ബേസ്ഡ് വാക്സിൻ പ്രൊഡക്ഷൻ. ഫസ്റ്റ് സെൽ കൾച്ചർ, എന്നിട്ട് അതിലേക്ക് ഇനോക്കുലേഷൻ, വൈറസ് പ്രൊഡക്ഷൻ, സീഡ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യുക. കുറച്ച് ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ നടത്തുക. അതിന് സെൻട്രിഫ്യൂഗേഷൻ നടത്തിയിട്ട് ഫിൽറ്ററിങ് നടത്തിയിട്ട് പ്യൂരിഫിക്കേഷൻ നടത്തുക. അതിനുശേഷം ഫോർമുലേഷൻ സ്റ്റെപ്പാണ്. നെക്സ്റ്റ് ഫില്ലിംഗ്, പിന്നെ അത് ഇൻസ്പെക്ഷൻ നടത്തുക, പിന്നെ ലാബലിംഗ്, പിന്നെ പാക്ക് ചെയ്ത് കണ്ട് കൊണ്ടുപോവുക. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓഫ് 5 to 14 days, drilled in shell inoculate virus. Incubation at 33 degrees Celsius for 2 to 3 days. Isolation can be done by chromatography, filtering, centrifugation. Fourth one, inactivation by chemical treatment by heat, ultraviolet, detergent, Triton X100. Formulation by adding adjuvant, stabilizer, preservatives. Next one, quality test like sterility, safety test എന്നിവ നടത്തുക. ഇതിന് ശേഷമാണ് നമ്മളിത് പുറത്തേക്ക് വിടുന്നത്. നമുക്ക് ഇന്ന് വാക്സിൻ ലഭിക്കുന്നത് പോലെ ഒരു വാക്സിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെ നടത്തിയതിന് ശേഷമാണ്. ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ ബയോളജിയിൽ എന്തുകൊണ്ടാണ് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നെല്ലാം നോക്കി. അതുപോലെ ഫെർമെൻറ്റേഷൻ എന്താണെന്ന് നോക്കി. അതുപോലെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത് കാര്യങ്ങൾ നമ്മളെല്ലാം നോക്കി. വൈനുകൾ, അതുപോലെ സിട്രിക് ആസിഡ്, വിനാഗർ, വാക്സിനുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.